പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ENIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ENISൻ്റെ +2 2024 ഏപ്രിൽ മാസത്തിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേഴ്സൻറ്റേജ് എങ്ങനെ കാണാമെന്നുള്ളതാണ്, ശതമാന രീതി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. NIS എക്സാം ഗ്രേഡിംഗ് സിസ്റ്റം അല്ല, മാർക്ക് സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ റിസൾട്ട് വന്ന ആളുകൾക്ക് അവരുടെ ശതമാനം എത്രയെന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നാണ്. തുടർ പഠനത്തിനും മറ്റുള്ളവർ ചോദിക്കുന്ന സമയത്ത് എനിക്ക് ഇത്ര ശതമാനം കിട്ടി എന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, അതിൽ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങളുടെ റിസൾട്ടിൻ്റെ പ്രിൻ്റ് കോപ്പിയിൽ ഏറ്റവും അവസാന കോളത്തിന് തൊട്ട് മുമ്പുള്ള കോളം ഉണ്ടാവും, ടോട്ടൽ എന്ന് പറയുന്ന ഒരു കോളം ഉണ്ടാവും. അതിന് താഴെയുള്ള മാർക്കുകൾ, ഓരോ വിഷയത്തിൻ്റെ ടോട്ടൽ മാർക്കാണ്, അത് മൊത്തം പ്ലസ് ചെയ്യുക. പ്ലസ് ചെയ്തിട്ട് നിങ്ങൾക്ക് 5 വിഷയമാണെങ്കിൽ 500 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 6 വിഷയമാണെങ്കിൽ 600 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 7 വിഷയമാണെങ്കിൽ 700 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ കിട്ടിയ ആൻസറിന് 100 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടിയ മാർക്ക് ഡിവൈഡ് ബൈ ഔട്ട് ഓഫ് ടോട്ടൽ ഇൻറ്റു 100. ഇപ്പോൾ ഒരു വിദ്യാർത്ഥികൾക്ക് 6 വിഷയത്തിന് 300 കിട്ടിയത്. ആ ടോട്ടൽ കോളം മൊത്തം പ്ലസ് ചെയ്തപ്പോൾ 6 വിഷയത്തിന് 300 അപ്പോൾ 300 ഡിവൈഡ് ബൈ 600. 6 വിഷയമാകുമ്പോൾ നമ്മൾ ഓരോ വിഷയത്തിന് 100 വെച്ചിട്ടാകുമ്പോൾ 600. അപ്പോൾ 300 ഡിവൈഡ് ബൈ 600 ഇൻറ്റു 100, ശതമാനത്തേക്ക് ആക്കണമെങ്കിൽ ഇൻറ്റു 100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 50%. ഓക്കെ, ഇനി 5 വിഷയമാണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് 300 ഡിവൈഡ് ബൈ 500 ഓരോ വിഷയത്തിൽ 100 ആകുമ്പോൾ 5 ആകുമ്പോൾ 500. അപ്പോൾ 300 ഡിവൈഡ് ബൈ 500 ഇൻറ്റു 100. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ കിട്ടിയ ശതമാനം 80% മുകളിലാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് പ്ലസ് ഡിസ്റ്റിങ്ഷനാണ് ആ വിദ്യാർത്ഥികൾക്കുള്ളത്. 60%-ൻ്റെയും 80%-ൻ്റെ ഇടയിലാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ആണ് വരുന്നത്. 55-ൻ്റെയും 60-ൻ്റെ ഇടയിലാണ് സെക്കൻഡ് ക്ലാസ്. ബിലോ 55 ആണെങ്കിൽ തേർഡ് ക്ലാസ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, താങ്ക് യു.